പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകരെയും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് നമ്മളെ ധാരാളം അനുഗ്രഹിക്കുന്ന ശുശ്രൂഷയാണ് അഭിഷേകാഗ്നി. ഇപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു സാക്ഷ്യം കാണാം. ദൈവം ഒരു കുടുംബത്തിന് കൊടുത്ത വലിയൊരു അനുഗ്രഹം, അവരുടെ ജീവിതത്തിൽ അവർക്ക് കിട്ടാവുന്ന വലിയൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം എപ്രകാരമാണ് കർത്താവ് അവർക്ക് നൽകിയതെന്ന് ഇപ്പോൾ ആ വ്യക്തി, ആ കുടുംബം മുഴുവൻ വന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. നിങ്ങൾ ശാന്തമായിട്ട് ഇരുന്ന് ആ സാക്ഷ്യം കേട്ടിട്ട് നമ്മൾ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് വചനശുശ്രൂഷയിൽ പ്രവേശിക്കും. നമുക്കൊന്നിരിക്കാം. എൻ്റെ പേര് ബേസിൽ, എൻ്റെ ഭാര്യ റോസ്മേരി. ഞങ്ങൾ വരുന്നത് കോതമംഗലം വാരപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 7 വർഷമായി. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഒരു 8 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ബ്ലീഡിങ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ യൂറിൻ പോകുന്ന പോലെ തന്നെ ബ്ലഡ് പുറത്തേക്ക് പോയി. ഞങ്ങൾ പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ ചെന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് മുറിവുകളോ കാര്യങ്ങളൊന്നും കാണാനില്ല. അവർ പറഞ്ഞു ഒരു 6 മാസത്തോടെ നോക്ക്, അതിനുശേഷം കുട്ടികളുണ്ടായില്ലെങ്കിൽ തിരിച്ചു വരാൻ പറഞ്ഞു. 6 മാസത്തിന് ശേഷം ഞങ്ങൾ കുട്ടികളുണ്ടാവാണ്ട് വീണ്ടും അവിടെ ചെന്നു. അന്ന് ഞങ്ങൾ കൗണ്ട് കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ആക്റ്റീവായിട്ടുള്ള കൗണ്ട് 0, അതേപോലെ തന്നെ വോളിയം ഇല്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഒരു 4 വർഷക്കാലം ഭയങ്കര വിഷമം. പിന്നെ ഒരു 4 വർഷക്കാലം ഞങ്ങൾ അങ്ങോട്ട് ഇംഗ്ലീഷ്, ഹോമിയോ, ആയുർവേദ ഇങ്ങനെ മാറി മരുന്നുകൾ കഴിച്ചു. അവസാനം 2022 ജനുവരി ഫെബ്രുവരിയോടുകൂടി ഞാൻ ഇവളോട് പറഞ്ഞു നമുക്ക് സർജറി വരെ ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിനി ട്രീറ്റ്മെൻറ്റ് നിർത്താം, ഇനി വയ്യ എന്നെ കൊണ്ട് ഈ മരുന്ന് കഴിക്കാൻ. കാരണം 4 വർഷം ഒരുപാട് മരുന്ന്, സർജറി, ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ. അങ്ങനെ മരുന്ന് കഴിച്ച് 4 വർഷം കഴിഞ്ഞപ്പം അയ്യ മടുത്തു, നിർത്താം എന്ന് പറഞ്ഞു. IVF ചാൻസ് കുറവാണ്, കാരണം 0 കൗണ്ട്. ചെയ്തു നോക്കാം. 0 കൗണ്ട് 0. അപ്പം അതുകൊണ്ട് IVF പോലും ചാൻസ് ഇല്ലെന്ന് ഡോക്ടർമാർ സജസ്റ്റ് ചെയ്തു. സാധാരണ നമ്മൾ IVF എന്ന് പറഞ്ഞാൽ 80%, 85% ഡോക്ടർമാർ നമ്മൾ ഇങ്ങോട്ട് പറയും. പക്ഷെ എൻ്റെ കാര്യത്തിൽ ആ ഒരു ചാൻസ് അവർ ഒരു ഗ്യാരണ്ടി തരില്ലായിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു സാമ്പത്തികമായിട്ട് കുറേ പ്രശ്നങ്ങളുള്ള കാരണം IVF ഇപ്പോൾ വേണ്ടാന്നുള്ള രീതിയിൽ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റേ നിർത്തി. അത് കഴിഞ്ഞ് 2024 ജനുവരിയിൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ജിസോ എന്ന് പറഞ്ഞൊരു ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു അട്ടപ്പാടിയിൽ ഇങ്ങനെ ഒരു ധ്യാനമുണ്ട്, നീ ഭാര്യയും കൂടെ ഞങ്ങളുടെ കൂടെ ആ ചേട്ടൻ കുടുംബമായിട്ട് തന്നെ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ആ ചേട്ടൻ്റെ കൂടെ ഇവിടെ വന്ന് ഞങ്ങൾ 5:30 4 മണിയായപ്പോൾ ഇവിടെ എത്തി. അത് കഴിഞ്ഞ് ഫ്രഷായി ഇവിടെ നിന്നപ്പോൾ സാംസൺ അച്ഛനിങ്ങനെ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഭാര്യ ക്യൂവിൽ നിന്നു, ഞാൻ മാറി നിൽക്കുമായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു അച്ഛനെ കൊണ്ട് തലയ്ക്ക് പിടിപ്പിക്കുക. അത് കഴിഞ്ഞ് അച്ഛൻ്റെ അടുത്തെത്താറായി കഴിഞ്ഞപ്പോൾ ഞാനും അവളും കൂടി ഒരുമിച്ച് അച്ഛൻ്റെ അടുത്ത് വന്നു. അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 6 വർഷത്തോളമായി അച്ഛാ, ഇതുവരെ കുട്ടികളൊന്നുമില്ല, ഞങ്ങളിപ്പോൾ 1.5 വർഷമായിട്ട് ട്രീറ്റ്മെൻറ്റും ഇല്ല, ഞങ്ങളുടെ പ്രതീക്ഷകൾ മുഴുവൻ പോയൊരവസ്ഥയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ ഞങ്ങളുടെ തലയിൽ വെച്ച് കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ഭാര്യയോട് പറഞ്ഞു വിഷമിക്കേണ്ട, 3 മാസത്തിനുള്ളിൽ മോക്കൊരു സന്തോഷ വാർത്ത അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. കർത്താവായ യേശുവേ, എത്രയോ കണ്ണുനീരിൻ്റെ സമയത്താണ് ഒരൊറ്റ പ്രാർത്ഥനയാണ്. 3 മാസം. അത് കഴിഞ്ഞ് ഈസ്റ്റർ വന്നു കഴിഞ്ഞപ്പോൾ ഈസ്റ്റർ കഴിഞ്ഞ് ഇവക്ക് ഡേറ്റ് മാറ്റം വന്നൊരു 35-40 ദിവസത്തോളമായി. അപ്പോൾ ഞാൻ പറഞ്ഞു റോസ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, നമുക്ക് ചിലപ്പോൾ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിലോ. റോസ് പറഞ്ഞു ഇതിനു മുമ്പ് എത്രയോ പ്രാവശ്യം ഡേറ്റ് മാറ്റം വന്നിട്ടുണ്ട്, ഞാൻ ടെസ്റ്റ് ചെയ്യാൻ സമ്മതിക്കണില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മലയാറ്റൂർ പള്ളിയിൽ പോയി, ആ ഒരു അവസ്ഥയിൽ തന്നെ. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേളാങ്കണ്ണിക്കും പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു റോസു 45 ദിവസമായിരുന്നു, എന്തായാലും നമുക്ക് ടെസ്റ്റ് ചെയ്യണം, ഇനി ടെസ്റ്റ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ളൊരു മെഡിക്കൽ സ്റ്റോറിൽ പോയി പ്രഗ്നൻസി ടെസ്റ്റ് വാങ്ങിച്ചു കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏപ്രിലിൽ ഇവള് 1.5 മാസം പ്രഗ്നൻ്റാന്ന് ഞങ്ങൾ അറിഞ്ഞു. ആ വാക്ക് പോലെ 3 മാസത്തിനുള്ളിൽ
ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞു, അതേപോലെ അല്ലേ, അതേപോലെ കർത്താവ് ആ ഒരു കുടുംബത്തിൻ്റെ സങ്കടങ്ങൾ മാറ്റി പ്രകടനായി അല്ലേ. അത് കഴിഞ്ഞ് വേറെ വലിയ പ്രശ്നങ്ങൾ ഒക്കെ, ചെറിയ ഫൈബ്രോയിഡിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ലാണ്ട് അത് സിസേറിയനായിരുന്നു. ഇപ്പം ഞങ്ങളുടെ മോക്ക് 6 മാസം പ്രായമായി. ഞങ്ങൾക്ക് ഒരു മോളെ തന്ന് യേശു അനുഗ്രഹിച്ചു. കർത്താവ് കൊടുത്ത കുട്ടിയായിട്ട് ഇന്ന് ഈ കുടുംബം ഇന്ന് ഈശോയെ മഹത്വപ്പെടുത്തുകയാണ്. എത്രയോ വലിയ ഒരു അത്ഭുതമാണിത്, ഒരു അത്ഭുതമാണ് നിൽക്കുന്നത്. ഇവിടെ ആദ്യ വെള്ളിയാഴ്ച വരുമ്പോൾ പല തരത്തിലുള്ള ശുശ്രൂഷ, സാംസ്രച്ചൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു, ഇവിടെ കുർബാനയ്ക്ക് പ്രാർത്ഥിക്കുന്നു, ആരാധന നടക്കുന്നു, കുംഭസാരം, ഇതെല്ലാം. പ്രത്യേകിച്ച് സാംസ്രച്ചൻ വെളുപ്പിന് 3 മണിക്ക് വന്ന് പ്രാർത്ഥിക്കുന്നതാണ്. വെളുപ്പിന് അച്ഛൻ വരും ആദ്യ വെള്ളിയാഴ്ച, വെളുപ്പിനെ വന്ന് പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനെ ഓരോരുത്തർക്ക് വേണ്ടി. വലിയ അത്ഭുതമാണ് ഈ കുടുംബത്തിൽ കർത്താവ് കൊടുക്കുന്നത്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. കർത്താവ് ആ കുടുംബത്തിന് കൊടുത്ത അനുഗ്രഹങ്ങൾ നമുക്ക് ഓർക്കാം. ഇതുപോലെ ഇന്ന് കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. 2026 ജനുവരി മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ മാസം കർത്താവ് അനുഗ്രഹത്തിൻ്റെ മാസമായി മാറ്റട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ദൈവജനത്തിന് ഒരുപിടി സങ്കടങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, വേദനകളുണ്ട്. നിങ്ങളുടെ സങ്കടത്തിന് നടുവിൽ കർത്താവിനെ ആരാധിക്കണം. ചിലർക്ക് കടബാധ്യത, ചിലർക്ക് മക്കളില്ല, ജീവിത പങ്കാളിയുടെ മദ്യപാനം, മക്കളുടെ അനുസരണക്കേട്, പല വിധത്തിലാണ് ഓരോരുത്തരുടെ സങ്കടങ്ങൾ. എല്ലാ സങ്കടങ്ങളും അറിയുന്ന കർത്താവ് ഇന്ന് നിങ്ങളെ സന്ദർശിക്കുന്ന സമയം 2 കരങ്ങൾ ഉയർത്തി പിടിക്കുക. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങൾ ഉയർത്തി, കർത്താവേ, എൻ്റെ കടബാധ്യത, രോഗങ്ങൾ, പീഡകൾ, തകർച്ചകൾ, ക്യാൻസർ, സോറിയാസിസ്, വലിവ്, അലർജി, എത്രമാത്രം വേദനയുണ്ടോ ആ വേദനകൾ ഈശോയ്ക്ക് കൊടുക്കുക. എത്ര സകലത്തിലൂടെ കടന്നു പോകുന്നത് സകലങ്ങൾ ഈശോയുടെ സമർപ്പിക്കുക. 2 കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കരമടിച്ച് കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, ചേർന്ന് പാടാം. നിത്യതേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. കരങ്ങൾ താഴ്ത്തി ഇടത്തോട്ട് വലത്തോട്ട് കരങ്ങൾ അടിച്ച് വലിയ സന്തോഷത്തോടെ പാടുക, തുള്ളിച്ചാടി ആരാധിക്കുക. എത്രമാത്രം വേദനയുണ്ടോ, സങ്കടമുണ്ടോ, ഇപ്പോഴൊന്നും ഓർക്കേണ്ട. ഇതാ കർത്താവ് നിങ്ങളെ സഹായിക്കുന്നു. യുദ്ധം, ക്ഷാമം, ഭീകരത, വേദന യേശു നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ വിട്ടുമാറട്ടെ. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും കരമടിച്ച് യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ, യേശുവിൻ ജനമേ ഒരുങ്ങുക. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ, യേശുവിൻ ജനമേ ഒരുങ്ങുക. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണുകൾ അടയ്ക്കുക, കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കണ്ണുകളെ ചോറക്ക സ്തുതിക്കട്ടെ. ഹാല 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 ഹാല. യേശുവേ, 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 യേശുവേ. തകർച്ചകളെ അവിടുന്ന് ഉയർച്ചകളാക്കട്ടെ. കണ്ണുനീര് മാറ്റി സന്തോഷവും സമാധാനം നിറയട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഓ കർത്താവായി കടബാധ്യതകൾ ഈശോ ഏറ്റെടുക്കട്ടെ. ഓരോരുത്തരുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വേദനയും സങ്കടവും ഇപ്പോൾ മാറുന്ന അത്ഭുത സമയം, അത്ഭുത ശക്തി, പരിശുദ്ധ ശക്തി വ്യാപരിക്കുന്നു. എല്ലാവരും ചേർത്ത് പിടിച്ച് ഈശോ അനുഗ്രഹിക്കുന്ന സമയം. കരങ്ങൾ ഉയർത്തി
ഉച്ചത്തിൽ വിളിക്കുന്നു, ഈശോയേ. യേശുവേ, ചേർന്ന് യേശുവേ, വിളിക്കുക. യേശുവേ, യേശുവേ, യേശുവേ. ഈശോയെ സ്നേഹിച്ച് ഈശോയോടുള്ള സ്നേഹം ഉള്ളിൽ നിന്ന് വരണം. അപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ നിറയും, നിങ്ങളുടെ ഹൃദയം ആർദ്രമാകും. ഇതാ ഈശോ നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന സമയമാണ്. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് നിങ്ങൾക്ക് ഈശോയോട് പറയാം, 2026 ജനുവരി മാസം ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കഷ്ടതകൾ, രോഗങ്ങൾ, പീഡകൾ, വേദനകൾ, ദുശീലങ്ങൾ, ഈശോയെ ഒരു വിടുതലും സൗഖ്യവും നൽകണമേ ഈശോയെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. Praise the Lord. Praise the Lord. Hallelujah. 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 ശാന്തമായി നിങ്ങൾ കസാരകളിൽ ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന ഇപ്രകാരമാണ്: നമുക്ക് ഏതെങ്കിലും തിന്മകൾ സംഭവിച്ചാൽ ആ തിന്മകളെ ദൈവം നന്മയാക്കി മാറ്റും. തിന്മകളെ ദൈവം നന്മയാക്കി മാറ്റും. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വിചാരിക്കും, ഇതെന്താ എനിക്കിങ്ങനെ ഒരു പ്രശ്നം, എനിക്ക് വലിയ പ്രശ്നമാണല്ലോ, ഈ തിന്മ എന്നെ നശിപ്പിക്കും, അല്ലെങ്കിൽ ഈ ഒരു ഭാരം, ഈ ഒരു ദുഃഖം ഇതെങ്ങനെ മാറും? ചിലർക്ക് തന്നോട് തന്നെ, അല്ലെങ്കിൽ സഹോദരങ്ങളോട്, മറ്റാരെങ്കിലും ആയിരിക്കാം, അവരെന്നോട് ഇത് ചെയ്തല്ലോ, അല്ലെങ്കിൽ എന്നോട് ഇത് ചെയ്യാൻ ഞാൻ എന്ത് അപരാധം ചെയ്തു, അവർക്ക് നന്മ മാത്രമേ ചെയ്തുള്ളൂ എന്ന് നമ്മുടെ ഉള്ളിലുണ്ടാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ വേദന ഉണ്ടായാൽ, ഒരു മനസ്സിനെ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കർത്താവിൽ ആശ്രയിച്ച് ആ തിന്മയെ എൻ്റെ ദൈവം നന്മയാക്കി മാറ്റുമെന്ന് വിശ്വാസത്തോടെ മുമ്പോട്ട് പോകണം. ഈ ഒരു വിഷയത്തെക്കുറിച്ച് അച്ഛൻ ചിന്തിച്ചപ്പോൾ അച്ഛന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു സംഭവം, ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നു. ആ വ്യക്തിയുടെ പേര് പൂർവ്വ യൗസേപ്പ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ അവസാനത്തെ അധ്യായത്തിൽ നമ്മളതിന് ലാസ്റ്റ് ഭാഗങ്ങളായിട്ട് കാണും. ജോസഫിൻ്റെ സഹോദരന്മാരാണ് ജോസഫിനെ പൊട്ടക്കിണറ്റിലിട്ടതും പൊത്തിവർക്ക് വിറ്റതും ഒത്തിരിയേറെ തിന്മകൾ ജോസഫിനെതിരെ സ്വന്തം സഹോദരന്മാർ, ഒരേ രക്തത്തിൽ പിറന്ന സഹോദരന്മാർ ചെയ്തു. അങ്ങനെ ഈ കാരാഗൃഹത്തിൽ അകപ്പെട്ടു, അടിമയായി വിൽക്കപ്പെട്ടു. അങ്ങനെ പല ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ജോസഫ് ചിന്തിക്കുന്നത്, ഈ ഞെരുക്കങ്ങളൊക്കെ എനിക്ക്, ഈ കഷ്ടതകളൊക്കെ എനിക്ക് നന്മയായി മാറുമെന്ന് ഉള്ളിൽ വിചാരിച്ചതുകൊണ്ട് ജോസഫിന് പരാതിയില്ല. അവസാനം തങ്ങളുടെ അനുജൻ്റെ, അല്ലെങ്കിൽ ജോസഫ് തൻ്റെ സഹോദരനാണ് തിരിച്ചറിഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കര വിഷമം തോന്നി. ഒരപ്പൻ മരിക്കും. ആ അപ്പൻ്റെ മരണശേഷം ഇവർ ജോസഫിൻ്റെ കാൽക്കൽ വീണ് വിങ്ങിപ്പൊട്ടി കരഞ്ഞ് ക്ഷമ ചോദിക്കാൻ ചെല്ലുക. അപ്പോൾ ജോസഫ് പറയുന്നൊരു സംഭവമുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 50-ാം അധ്യായത്തിൽ 19, 20, 21 ലിഖിതങ്ങൾ. ജെനസിസ് ചാപ്റ്റർ 15 വേഴ്സസ് 19 to 21. ജോസഫ് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന സഹോദരന്മാരോട് പറയുന്നത് എന്താണെന്നറിയാവോ? ജോസഫ് പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്താണോ? നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി. നിങ്ങളെനിക്ക് തിന്മ ചെയ്തു, ദൈവം അത് നന്മയാക്കി മാറ്റി. ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അത് ചെയ്തത്. അതുകൊണ്ട് ഭയപ്പെടേണ്ട, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞാൻ പോറ്റിക്കൊള്ളാം. അങ്ങനെ അവൻ അവരെ ധൈര്യപ്പെടുത്തുകയും സ്വാന്തനപ്പെടുത്തുകയും ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം കേൾക്കുമ്പോൾ നോക്ക്, തൻ്റെ
ജീവിതത്തിൽ സംഭവിച്ച ഒരു വേദനയും ഞെരുക്കവും സഹോദരന്മാരിൽ നേറ്റ മുറിപ്പെടുത്തലുകളും ജോസഫിനെ ഭാരപ്പെടുത്തിയോ? ഇല്ല. എന്നിട്ട് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന സഹോദരന്മാരെ കണ്ടപ്പോൾ ജോസഫ് പ്രതികാരം ചെയ്തോ? ഇല്ല. കാരണം ജോസഫിനറിയാം, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഈ ഞെരുക്കങ്ങളും സങ്കടങ്ങളും വേദനകളും എല്ലാം എൻ്റെ ദൈവം നന്മയാക്കി മാറ്റും. അപ്പോസ്തല പ്രവർത്തനത്തിൽ 7-ാം അധ്യായത്തിൽ 9-10 തിരുലിഖിതങ്ങൾ, ഈ ഗോത്രപിതാക്കന്മാർ അസൂയ കൊണ്ട് ജോസഫിനെ ഈജിപ്തുകാർക്ക് വിറ്റു. എന്നാൽ ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവിടുന്ന് അവനെ ദുരിതങ്ങളിൽ നിന്ന് രക്ഷിച്ചു. ഈജിപ്തിലെ രാജാവായ ഫറോയുടെ മുമ്പിൽ അവനെ സമ്മതനും ജ്ഞാനിയുമാക്കി. രാജാവ് അവനെ ഈജിപ്തിൻ്റെയും തൻ്റെ ഭവനം മുഴുവൻ്റെ മേൽ ഭരണാധികാരിയായി നിയമിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോക്ക്, ജോസഫ് തൻ്റെ ജീവിതത്തിൽ വന്നിരുന്ന ഒരു ഞെരുക്കം അല്ലെങ്കിൽ ഒരു വേദന, ഒരു സങ്കടം, ഹൃദയത്തിൽ അടിത്തട്ടിൽ നിറഞ്ഞു നിന്നിരുന്ന ആ ഒരു മുറിവ്, അല്ലെങ്കിൽ ഹൃദയത്തെ കീറി മുറിച്ചൊരു വേദന, ഹൃദയത്തെ കീറി മുറിച്ച ഒരു മുറിപ്പാട്, ഒരു മുറിപ്പാട്. എന്നാൽ എൻ്റെ സഹോദരന്മാർ ചെയ്തല്ലോ എന്നൊരു വേദന ഉണ്ടായിരുന്നു. പക്ഷേ ജോസഫിന് പരാതിയില്ല, മറിച്ച് സന്തോഷം മാത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ ചില പരാതിയുണ്ട്. എൻ്റെ കുടുംബക്കാരെങ്ങനെ ചെയ്തു, എൻ്റെ സഹോദരന്മാരെങ്ങനെ ചെയ്തു, എൻ്റെ കൂട്ടുകാരെങ്ങനെ ചെയ്തു, എൻ്റെ പ്രിയപ്പെട്ടവരെങ്ങനെ ചെയ്തു എന്നൊക്കെ ചിലപ്പോൾ ഉണ്ട്. ചിലപ്പോൾ നമുക്ക് ചിന്ത വരും, ഇവരൊക്കെ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, എൻ്റെ പ്രിയപ്പെട്ടവർ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവും. ആ സങ്കടം നിങ്ങൾ കർത്താവിന് കൊടുക്കുക. ആ സങ്കടം കർത്താവ് സന്തോഷമാക്കി മാറ്റും. അപ്പം തന്നെ കർത്താവിന് പൂർണ്ണമായി സറണ്ടർ ചെയ്യണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു ചെറിയ കാര്യങ്ങൾ, ചെറുപ്പത്തിലൊരു നടന്ന സംഭവമാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ തിരുസഭയുടെ അധിപനായി തിരഞ്ഞെടുക്കുമ്പോൾ പാപ്പ ഒരു ആപ്തവാക്യം സ്വീകരിക്കും. തോത്തൂസ് തോ എന്നായിരുന്നു ആ ആപ്തവാക്യം. അതിനർത്ഥം എല്ലാം പൂർണ്ണമായും നിൻ്റേത്. തോത്തൂസ് തോയ് എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാം എനിക്കൊന്നുമില്ല, ഞാൻ പൂർണ്ണമായി കർത്താവിന് സറണ്ടർ ചെയ്യുന്നു. ജോസഫിനെ പോലെ പൂർണ്ണമായി എനിക്ക് ഞെരുക്കം വരട്ടെ, സങ്കടം വരട്ടെ, വേദന വരട്ടെ, എല്ലാം കർത്താവിന് സറണ്ടർ ചെയ്യും. എന്തുകൊണ്ടാണ് ഈ ആപ്തവാക്യം സ്വീകരിച്ചതെന്ന് അതിന് മാർപ്പാപ്പ തന്നെ പറയുന്നുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ മാർപ്പാപ്പയുടെ അമ്മ മരിച്ചുപോയി. ഈ മാർപ്പാപ്പയുടെ മാതാപിതാക്കൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിച്ചിട്ടൊരു പേരുണ്ട്. ആ പേര് കാരൽ വൈറ്റിവ എന്നാണ്. കാരൽ വൈറ്റിവ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കൊച്ചു ബാലൻ, അദ്ദേഹത്തിൻ്റെ ആ കുഞ്ഞ് ബാലൻ്റെ ചെറുപ്പത്തിൽ തന്നെ അമ്മ മരിച്ചുപോയി. അമ്മ മരിച്ചു പോകുമ്പോൾ ഒരു കുട്ടിക്ക് എത്രമാത്രം വേദന ഉണ്ടാവും. അങ്ങനെ അമ്മ മരിച്ചുപോയി. അപ്പോൾ പോളണ്ട് കടുത്ത കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണ്. അവിടെ ദാരിദ്ര്യം, പട്ടിണി, അങ്ങനെ ഒത്തിരിയേറെ വേദനയോടെ കടന്നു പോകുന്ന ഒരു ദാരിദ്ര്യത്തിൻ്റെ കാലഘട്ടം. അമ്മയില്ല. നോക്ക്, അങ്ങനെ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ 14-ാമത്തെ വയസ്സിൽ അപ്പനെ മരിച്ചു പോകും. അങ്ങനെ ആ പിഞ്ച് ബാലൻ അനാഥനാകും. അപ്പനില്ല, അമ്മയില്ല, അങ്ങനെ അവനെ സഹായിക്കാൻ ആരുമില്ല. അങ്ങനെ കാരൽ വൈറ്റിവ തൻ്റെ ജീവിതത്തിൽ ഭക്ഷണം കഴിക്കാനൊന്നുമില്ല, വളരെ ദരിദ്രനായി. അങ്ങനെ ആ കൊച്ചു ബാലൻ ചെറുപ്പത്തിൽ തന്നെ ഒരു പാറമടയിൽ ജോലിക്ക് പോവുകയാണ്. ഒരു പാറമടയിൽ പണിക്ക് പോകും. അങ്ങനെ പാറമടയിൽ ജോലി ചെയ്ത് അതിരാവിലെ പോകും, പണി ചെയ്യും. വലിയ കൂടമെടുത്ത് കല്ല് അടിച്ച് പൊട്ടിച്ച് കയ്യെല്ലാം പൊട്ടിക്കീറും. എങ്കിലും അവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് അവൻ നടന്ന് വീട്ടിലേക്ക് വരും. എന്നിട്ട് വീട്ടിൽ കിടന്നുറങ്ങും, പിറ്റേ ദിവസം എഴുന്നേറ്റ് പോകും. അങ്ങനെ ജോലി ചെയ്യാൻ പോവുകയും വരികയും ചെയ്യും. ഒരു ദിവസം ജോലി കഴിഞ്ഞ് തിരികെ വരുമ്പോൾ ആ കാരൽ വൈറ്റിവയുടെ എട്ടക്കാവ് ദേവാലയത്തിന് മുമ്പിൽ വഴിയിലൂടെ നടന്നു വരുമ്പോൾ ഒരു ട്രക്ക് വന്ന് ഈ പിഞ്ചു ബാലിനെ ഇടിച്ച് തെറിപ്പിച്ച് ഒരു ഓടയിലേക്ക് ഇടും. ഓടയിൽ വീണ് നടു തകർന്ന് എഴുന്നേക്കാൻ പറ്റാതെ വേദനിച്ച് കിടക്കുമ്പോൾ ഇതാ മരണമാണ് മുമ്പിൽ. ട്രക്കുകാരെ നിർത്താതെ പോയി, ഇടിച്ചിട്ടിട്ട് തെറിപ്പിച്ചിട്ട് ഓടി. എന്നിട്ട് ഈ കൊച്ചു ബാലൻ ആരും സഹായത്തിനില്ലാതെ ഈ ഓടയിൽ കിടക്കുക, വഴിയരികിലെ ഓടയിൽ കിടക്കുകയാണ്. അപ്പോൾ വേദന കൊണ്ട് പൊളയുന്ന സമയത്ത് കണ്ണ് വെട്ടിച്ച് നോക്കുമ്പോൾ ഇതാ ആ ദേവാലയം കാണുകയാണ്. ദേവാലയത്തിന് മുമ്പിലാണ് വീണ് കിടക്കുന്നത്. ദേവാലയത്തിൻ്റെ മുഖവാരത്തിൽ ഇതാ
പരിശുദ്ധ അമ്മയും ഈശോയുടെയും രൂപം ഉയർന്നു നിൽക്കുന്നു. ആ പിഞ്ചുബാലൻ ആ രൂപത്തിലേക്ക് നോക്കുകയാണ്. ആ രൂപങ്ങളിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ ആ രൂപത്തിലുടക്കി. അവൻ പറയുകയാണ്, എൻ്റെ അപ്പനായ ഈശോയെ, അപ്പാ, അമ്മേ. പരിശുദ്ധ അമ്മയെ വിളിക്കണത്. എനിക്ക് അപ്പനില്ല, എനിക്ക് അമ്മയില്ല, നീയാണ് എൻ്റെ അപ്പൻ, നീയാണ് എൻ്റെ അമ്മ, ഞാൻ നിൻ്റേതാണ്, ഞാൻ എന്നും നിൻ്റേതായിരിക്കും, ഞാൻ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുകയാണ്, എന്നെ സ്വീകരിക്കണം, എന്നെ രക്ഷിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടുന്ന് അത്ഭുതകരമായി ആ ബാലൻ തിരിച്ചു വരികയാണ്. അങ്ങനെ അന്ന് കർത്താവിന് കൊടുത്ത വാക്കാണ്, പരിശുദ്ധ അമ്മ കൊടുത്ത വാക്കാണ്, ഞാൻ പൂർണ്ണമായും നിൻ്റേതായിരിക്കും. പിന്നീട് സെമിനാരി ചേർന്നു, വൈദികനായി, മെത്രാനായി, കർദിനാളായി, മാർപ്പാപ്പയായി, ഇപ്പോൾ വിശുദ്ധനുമായി. തന്നെ പൂർണ്ണമായി സമർപ്പിച്ചപ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിനക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഇത് തന്നെയല്ല ജോസഫ് ചെയ്തത്. എന്നെ ജ്യേഷ്ഠന്മാർ വിറ്റപ്പോൾ, എന്നെ അവർ ചതിച്ചപ്പോൾ, എന്നെ വഞ്ചിച്ചപ്പോൾ, കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ, അപ്പോഴൊക്കെ അവിടെ എല്ലാം കിടന്ന് ജോസഫ് പറഞ്ഞിങ്ങനെയാണ്, ഞാൻ പൂർണ്ണമായും ദൈവത്തിൻ്റെതാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഹോദരങ്ങളെ, ദൈവം നമ്മളെ കൈപിടിക്കും. സങ്കീർത്തന പുസ്തകത്തിൽ 37 അധ്യായം 24 ലിഖിതം, അവൻ വീണേക്കാം, എന്നാൽ അത് മാരകമായിരിക്കുകയില്ല, കർത്താവ് അവൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വീഴ്ചകളുണ്ടാകാം, കുറവുകളുണ്ടാകാം, സങ്കടങ്ങളുണ്ടാകാം, ഭയപ്പെടേണ്ട, കർത്താവ് നിന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായി ഈശോയ്ക്ക് കൊടുക്കണം. റോമാക്കാരുടെ ലേഖനം 8 അധ്യായം 28 ലിഖിതം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കും. നമുക്കറിയാമല്ലോ എന്ന് പൗലോസ് ചോദിച്ചിരിക്കുക. നിങ്ങൾക്കറിയാമോ? ദൈവമാണ് നിങ്ങൾ വിളിച്ചിരിക്കുന്നത്. സങ്കടം തരുന്നതും വേദന തരുന്നതിനും രോഗം തരുന്നതും യേശുവാണ്. ആ യേശുവിനറിയാം നിങ്ങളെ സുഖപ്പെടുത്താൻ, കടബാധ്യത മാറ്റാൻ യേശുവിനറിയാം, മക്കളെ നൽകാൻ യേശുവിനറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്ലേശങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും വരുമ്പോൾ നിങ്ങൾ പതറരുത്. 2 കൊറിന്തോസ് 1 അധ്യായം 6 ലിഖിതം, 2 കൊറിന്ത്യൻസ് chapter 1:6, ഞങ്ങൾ ക്ലേശങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ സമാശ്വാസത്തിനും രക്ഷയ്ക്കും വേണ്ടിയാണ്. ഞങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടിയാണ്. ഞങ്ങൾ സഹിക്കുന്ന പീഡകൾ തന്നെ നിങ്ങളും ക്ഷമയോടെ സഹിക്കുന്നതിന് നിങ്ങൾക്ക് ശക്തി ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പീഡകൾ, ക്ലേശങ്ങൾ, സഹനങ്ങൾ, ദുഃഖങ്ങൾ വരുമ്പോൾ നിങ്ങൾ കർത്താവിനോട് ചേർന്ന് നിൽക്കണം, പ്രാർത്ഥിക്കണം, പൊട്ടിക്കരഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ യാചിക്കണം. എല്ലാ സങ്കടങ്ങളും മാറ്റാൻ നിമിഷം നേരം മതി. പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു, കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ സങ്കടങ്ങൾ സന്തോഷമാക്കി മാറ്റും, നിങ്ങളുടെ വേദനകൾ അവിടെ നിന്ന് ആശ്വാസമാക്കി മാറ്റും. യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായം 20 ലിഖിതം, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, അച്ഛന് നിങ്ങളോടൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന വേദനകൾ, സങ്കടങ്ങൾ, രോഗങ്ങൾ, മരണത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്ക് ഒരു വാക്കച്ഛന് പറയാനുള്ളൂ. നിങ്ങൾക്ക് കർത്താവ് സമാധാനം തരും, ആശ്വാസം നൽകും, നിങ്ങളെ ചേർത്ത് പിടിക്കും. അങ്ങനെയുള്ള ഒരു ദൈവസന്നിധിയിലാണ് നാം ഇപ്പോൾ ഇരിക്കുന്നത്. നിങ്ങളുടെ ഭവനത്തിൽ ഈശോ ഉണ്ട് മക്കളെ. അതുകൊണ്ട് തുടർന്ന് വരുന്ന ആരാധനയെ നിങ്ങൾ പ്രാർത്ഥിക്കണം. എൻ്റെ മേൽ കരുണ ചൊരിയണമേ, എൻ്റെ കുടുംബത്തിന് മേൽ കരുണ ചൊരിയണമേ, എൻ്റെ സങ്കടങ്ങളെ ഏറ്റെടുക്കണമേ, എനിക്ക് സമാധാനം നൽകണമേ, എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ. ഏത് സ്ഥലത്തായിരിക്കട്ടെ, ചിലപ്പം വിദേശത്തിരിക്കുന്ന മക്കൾക്ക് വേണ്ടിയായിരിക്കാം, എവിടെ ഇരുന്നാലും നിങ്ങൾക്ക് എന്തെല്ലാം പ്രാർത്ഥനകളുണ്ടോ, എന്തെല്ലാം സങ്കടങ്ങളുണ്ടോ, അതെല്ലാം സമർപ്പിക്കുക. ഈശോ തുടർന്ന് വരുന്ന നിമിഷ നേരം, ഒരു 1-2 മിനിറ്റ് ആരാധന ഉണ്ടാവുള്ളൂ. ആ സമയത്ത് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കേട്ടു നമ്മുടെ തകർച്ചകളും സങ്കടങ്ങളും ഞെരുക്കങ്ങളൊക്കെ എൻ്റെ ഈശോ നന്മയാക്കി മാറ്റും. അതുകൊണ്ട് നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറ്റുന്ന ദൈവം ഇതാ ഇപ്പോൾ നമ്മുടെ മധ്യത്തിലുണ്ട്. ഒരുപിടി സങ്കടങ്ങളുമായി
ഇന്ന് ഈ ആരാധനയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, മാതാപിതാക്കളുണ്ട്, യുവതീവാക്കന്മാരുണ്ട്, കടബാധിതക്കാരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്. പല വാതിലുകളും മുട്ടിയിട്ടും തുറക്കപ്പെടാതെ കൊട്ടി അടയ്ക്കപ്പെട്ടതിൻ്റെ സങ്കടത്തോടെ ഇന്ന് വചനം കേൾക്കുന്നവരുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ജപ്തി നോട്ടീസ് കയ്യിലേക്ക് കിട്ടും. എന്തു ചെയ്യും? ആത്മഹത്യയല്ലാതെ മുമ്പിൽ മറ്റൊരു വഴിയില്ല എന്ന് ചിന്തിച്ചിരിക്കുന്നവർ ഇപ്പോൾ പ്രാർത്ഥിക്കുക. രണ്ട് കരകൾ നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് നിങ്ങൾ എത്രമാത്രം സങ്കടങ്ങളുണ്ടോ ആ സങ്കടങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ങുന്ന ദൈവം കൂടെയുള്ളപ്പോ തളരുന്നതെന്തേ കുഞ്ഞേ, തളരുന്നതെന്തേ കുഞ്ഞേ, തകർച്ചകളെല്ലാം നന്മയായി മാറ്റും തുണയായി നിൽക്കും അനുഗ്രഹമേകും എമ്മാനുവേ, എമ്മാനുവേ. താങ്ങുന്ന ദൈവം പ്രാർത്ഥിക്കുന്നു. കൂടെയുള്ളപ്പോ തളരുന്നതെന്തേ. എല്ലാ സങ്കടങ്ങളും സമർപ്പിക്കണം. രോഗികൾ പ്രാർത്ഥിക്കുക. ക്യാൻസർ, സോറിയാസിസ് വലിയ രോഗികൾ പ്രാർത്ഥിക്കുക. എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കണം. ചിലപ്പോൾ നിങ്ങൾ എഴുതി, ഇപ്പോൾ ഈ വചന ശുശ്രൂഷയ്ക്ക് മുമ്പ് എഴുതി വെച്ചിരിക്കുന്ന പ്രാർത്ഥനകളുണ്ട്. എല്ലാം സമർപ്പിച്ച് ഇപ്പോൾ മുട്ടയിൽ മേൽ നിൽക്കാൻ പറ്റുന്നത് അങ്ങനെ നിൽക്കാം. ഇല്ലാത്തവർ കഴഞ്ഞ് പ്രാർത്ഥിക്കും കർത്താവിൻ്റെ സന്നിധിയിൽ. കർത്താവെ, ഇപ്പോൾ ഇത് ആശ്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവിടെ നിന്ന് ഇവരെ അനുഗ്രഹിക്കണം. അവരുടെ കർത്താവ് കരുണ ചൊരിയണം. രണ്ട് കരങ്ങളും ഉയർത്തുന്നു. എല്ലാവരും ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താങ്ങുന്ന ദൈവം, കരുതുന്ന ദൈവം, സ്നേഹിക്കുന്ന ദൈവം, സൗഖ്യപ്പെടുത്തുന്ന ദൈവം, എല്ലാ കെട്ടുകളും അഴിച്ച് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ചങ്കുപൊട്ടി വിളിച്ച്, സ്വരമുയർത്തി വിളിച്ച് വേദങ്ങൾ പറയട്ടെ. ജീസസ് പവർ, വിടുതൽ, സൗഖ്യം.